തിരുവമ്പാടി ഏറെ പ്രതീക്ഷയോടുകൂടി ആണ് അവിടെ UDF കോൺഗ്രസ് പാർട്ടി സീറ്റ് ചോദിച്ചത്. തിരുവമ്പാടിയിൽ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ മത്സരിപ്പിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ ചിലർ അത് വിട്ടുകൊടുത്തില്ല. അതോടുകൂടി അവിടെ ലീഗ് തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തി. വലിയ വിഭജനം, ക്രൈസ്തവ മുസ്ലിം വിഭജനമുള്ളൊരു മണ്ഡലമാണ്. തിരുവമ്പാടിയിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയാണ് CPM ജയിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി തോൽക്കുകയാണ് ചെയ്യുന്നത്. ഇക്കുറിയും പതിവാവർത്തിക്കും. LDF സ്ഥാനാർത്ഥി 46% വോട്ടോടുകൂടി തിരുവമ്പാടി ജയിക്കുമ്പോൾ UDFന് 40% മാത്രമേ വോട്ട് നേടാൻ കഴിയൂ. NDAക്ക് 10%, മറ്റുള്ളവർ 1-3. തവനൂരിൽ മന്ത്രിയായിരുന്ന KT ജലീൽ ഇത്തവണ മന്ത്രിയായില്ല. KT ജലീൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ മത്സരിച്ചേ മതിയാവൂ എന്ന് CPM പറഞ്ഞു. അങ്ങനെ മനസ്സോടെ KT ജലീൽ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ ഫിറോസ് കുന്നുംപറമ്പിന്റെ മുമ്പിൽ നേരിയ വോട്ടുകൾക്കാണ് കടന്നുകൂടാൻ പറ്റിയത്. ഇക്കുറി അതുകൊണ്ട് തന്നെ തവനൂരിൽ ജലീൽ തോൽക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഞങ്ങളുടെ സർവേ ഫലം സൂചിപ്പിക്കുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ കംഫർട്ടബിൾ മജോറിറ്റിയിൽ ഡോക്ടർ KT ജലീൽ ജയിക്കുമെന്ന്. ഒരുപക്ഷെ അവിടെ VS ജോയി എന്ന UDF സ്ഥാനാർത്ഥി വന്നത് ഒരുപക്ഷെ ഒരു തരത്തിലും തവനൂരിൽ സ്വാധീനമില്ലാത്ത ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ടാവാം അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. തവനൂരിൽ LDFന് 46% വോട്ട് നേടാൻ കഴിയുമ്പോൾ 2% കുറവ് UDFന്റെ സ്ഥാനാർത്ഥി VS ജോയി 44% മാത്രമേ നേടൂ. NDAക്ക് 7%, മറ്റുള്ളവർക്ക് 2%, നോട്ടയ്ക്ക് 1%.